ഫാമിലി ആയിട്ട് രാജസ്ഥാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ വേണമെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. 6 ദിവസം കൊണ്ട് രാജസ്ഥാൻ മൊത്തം ചുറ്റിക്കൊണ്ട ഒരു ടൂർ പ്ലാനാണ്. കൊച്ചിയിൽ നിന്നുള്ള വിമാനത്തിൽ നേരെ ജയ്പൂരിലോട്ട് പോയി. അന്ന് രാത്രി അവിടെ എത്തിയോണ്ട് അന്നവിടെ സ്റ്റേ ആക്കിയിട്ട് പിറ്റേ ദിവസം തൊട്ട് കറങ്ങാൻ ഞങ്ങൾ വിചാരിച്ചു. ഫസ്റ്റ് ഡേ ഞങ്ങൾ ആദ്യം പോയത് ഹവാമഹലിലോട്ടാണ്. ഉച്ചയ്ക്ക് മുന്നേ തന്നെ അതിന്റെ അടുത്തുള്ള സിറ്റി പാലസും ജന്താ മന്ദിറിലോട്ടും പോയി. ഫസ്റ്റ് ഡേയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഞങ്ങൾക്ക് സൺസെറ്റ് കാണുന്നതായിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞ് നേരെ പോകുന്ന വഴി തന്നെ ജൽമഹലും കണ്ട് നേരെ നെഹർഗഡ് ഫോർട്ടിലെ സൺസെറ്റ് കണ്ട് അങ്ങനെ തിരിച്ച് വീണ്ടും ഹവാമഹലിലെ നൈറ്റ് വ്യൂവും കണ്ട് ഡേ 1 കംപ്ലീറ്റഡ്. സെക്കൻഡ് ഡേ മോർണിംഗ് തന്നെ ആംബർ ഫോർട്ട് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ടണലിൽ കൂടെ നേരെ ജയ്ഗർ ഫോർട്ടും പോയി. അന്ന് രാത്രി നേരെ ഉദയ്പൂരിലോട്ട് ട്രെയിൻ കയറി. ഉദയ്പൂരിൽ 1 ഡേ പ്ലാൻ ഉള്ളൂ. സിറ്റി പാലസ് ആദ്യം വിസിറ്റ് ചെയ്ത് ആംബർ ഘട്ട്, ഗംഗോർ ഘട്ട്, പിന്നെ മെയിൻ ഹൈലൈറ്റ് അവിടെ വൈകുന്നേരമുള്ള ഡാൻസ് ഷോ കാണലായിരുന്നു. അപ്പോൾ അതും കണ്ട് അന്നത്തെ ഡേ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ അജ്മീറിലോട്ട് ട്രെയിൻ കയറി. ഉച്ചയ്ക്ക് അവിടെ എത്തി. അജ്മീർ ദർഗ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായതുകൊണ്ട് ദർഗയിലും പോയി 4 മണിക്ക് ജോധ്പൂരിലേക്കുള്ള ബസ് കയറി. ജോധ്പൂർ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ആദ്യം പോയത് ഘണ്ടാഘറിലോട്ട്. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ബ്ലൂ സിറ്റിയിലോട്ട്. അത് കഴിഞ്ഞ് നേരെ തുർജിക്ക, ജർലാബാവടി എന്നുള്ള പോണ്ട്. ഉച്ച കഴിഞ്ഞ് നേരെ ജസ്വന്താട, പിന്നെ ലാസ്റ്റ് ആയിട്ട് മെഹ്രംഗർ ഫോർട്ട്. അന്ന് നൈറ്റ് തന്നെ ജോധ്പൂരിൽ നിന്ന് ജയ്സൽമീറിലോട്ട് ട്രെയിൻ കയറി. ജയ്സൽമീറിൽ ഞങ്ങൾ അവിടെ പോയിട്ടാണ് റൂമും ബാക്കി ഡെസേർട്ട് ക്യാമ്പെല്ലാം ബുക്ക് ചെയ്തത്. സംഭവം ഡെസേർട്ട് ക്യാമ്പിലൊക്കെ കുറച്ച് പറ്റിയപ്പൊക്കെ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അതിൽ ഫസ്റ്റ് ഡേ സിറ്റി സൈറ്റ് സീയിങ്ങിന്റെ ഭാഗമായിട്ട് ജയ്സൽമീർ ഫോർട്ട്, പിന്നെ കുറച്ച് ഹവേലികൾ ഇതെല്ലാം വിസിറ്റ് ചെയ്ത് ഉച്ചയായിട്ട് തന്നെ ഞങ്ങൾ നേരെ ഡെസേർട്ട് ക്യാമ്പിലോട്ട് പോയി. ക്യാമ്പിലെത്തി ഒന്ന് സെറ്റിലായ ശേഷം തന്നെ നമ്മൾ ജീപ്പ് സഫാരിക്കും പിന്നെ അത് കഴിഞ്ഞ് ക്യാമ്പൽ സഫാരിക്കും കൊണ്ടുപോകും. പിന്നെ സൺസെറ്റ് കണ്ടു കഴിഞ്ഞ് രാത്രി ക്യാമ്പിൽ രാജസ്ഥാനി ഡാൻസ് ഉണ്ടാവും. പോരാത്തതിന് രാജസ്ഥാനി ഡിന്നറും കൂടി അവർ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺറൈസ് കാണാൻ പോകാം. ശേഷം പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഡെസേർട്ട് ക്യാമ്പിനോട് വിട പറഞ്ഞ് അവിടെ നിന്ന് ഒരു ഹോണ്ടഡ് വില്ലേജ് കാണാം. അത് കണ്ടു കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നത് എയർപോർട്ടിലോട്ടാണ്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുമായി ഞങ്ങൾ നാട്ടിലേക്ക് കയറി. ഓരോ സ്ഥലത്തെയും കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.